രാജ്യത്ത് ഡൊമസ്റ്റിക് ഡിമാൻഡ് കുറയുന്നു, കൺസംഷൻ കുറയുന്നു, ഉപഭോഗം കുറയുന്നതിന് കാരണം ജനങ്ങളുടെ പോക്കറ്റിൽ പണമില്ല. രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും കടക്കുന്നില്ല എന്നുള്ളതാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. നമ്മുടെ കർഷകർ നിരന്തരമായ പ്രക്ഷോഭത്തിലാണ്. ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകം എന്ന് പറഞ്ഞാൽ പോരാ. കാരണം എല്ലാ കാലത്തും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവേ തന്നെ നിരാശാജനകമായിരുന്നു. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിനുമപ്പുറം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിനും പ്രതിവിധികളില്ല. നമ്മുടെ രാജ്യം ഗുരുതരമായൊരു പ്രതിസന്ധിയിലാണ് എന്നുള്ളത് നമ്മുടെ ധനമന്ത്രി കാണുന്ന പോലുമില്ല. അതായത് ഇവിടെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ഇക്കണോമിക് സർവേയിൽ പോലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്ത് ഡൊമസ്റ്റിക് ഡിമാൻഡ് കുറയുന്നു, കൺസംഷൻ കുറയുന്നു, ഉപഭോഗം കുറയുന്നതിന് കാരണം ജനങ്ങളുടെ പോക്കറ്റിൽ പണമില്ല. പണമില്ലാത്തതിന് കാരണം നമുക്കറിയാമല്ലോ, സമ്പദ് വ്യവസ്ഥയിൽ പണം എത്തുന്നില്ല. അതായത് ഇവിടെയുള്ള വിഭവങ്ങളുടെ അമിതമായൊരു കേന്ദ്രീകരണത്തെ സഹായിക്കുന്ന നയങ്ങളാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് രാജ്യത്ത് അവലംബിച്ചു പോരുന്നത്. ഇതിൻ്റെ പരിണതഫലം ഒരു വശത്ത് ഏതാനും കോർപ്പറേറ്റുകൾ അതിസമ്പന്നന്മാരായി വരുന്നു, പക്ഷേ മറുവശത്ത് മഹാഭൂരിപക്ഷം ജനങ്ങൾ അതിദരിദ്രരായി മാറുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഗുരുതരമായ വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസന്തുലിതാവസ്ഥ അത് രാജ്യത്തിൻ്റെ ആകെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായൊരു ഭവിഷ്യത്താണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ, അവിടുത്തെ സമ്പദ് വ്യവസ്ഥ തീരെ ദുർബലമാകുന്നു. ഇതിനെ തുടർന്ന് നഗരങ്ങളിലേക്കും ഒക്കെ വലിയ തോതിൽ ഉള്ള പലായനങ്ങളുണ്ടാകുന്നു, കുടിയേറ്റങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ വീണ്ടും ദുർബലമാകുന്നു. ഈ തരത്തിൽ ഉള്ള ഒരു വിഷ്യസ് സർക്കിളിൽ രാജ്യം ചുറ്റിത്തിരിയുന്നു എന്നുള്ളത് ഉത്കണ്ഠപ്പെടുന്നൊരു പ്രശ്നമാണ്. പക്ഷേ അതിന് യാതൊരു പ്രതിവിധികളും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ബജറ്റിനെ സംബന്ധിച്ച് നിർമ്മലാ സീതാരാമൻ അനുവർത്തിച്ചിട്ടുള്ളൊരു പൊതുശൈലി അവരുടെ 2019 മുതലുള്ള ബജറ്റുകൾ പരിശോധിച്ചാൽ അറിയാം. വളരെ ആകർഷകമായ കുറേ പേരുകൾ, കുറേ ഹൈപ്പുകൾ ഉണ്ടാക്കുന്നു. ആ തരത്തിൽ ഉള്ള കുറേ ഹൈപ്പുകളുടെയും ഒക്കെ പുറകെ പോകുന്നു. കുറേ ടവറുകൾ, കുറേ പില്ലറുകൾ, ഇത്തവണ കർത്തവ്യ എന്ന പേരിൽ. ഇതിനൊന്നും രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും കടക്കുന്നില്ല എന്നുള്ളതാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. നമ്മുടെ കർഷകർ നിരന്തരമായ പ്രക്ഷോഭത്തിലാണ്. അവർക്ക് മതിയായ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടാൻ വേണ്ടി. ഇവിടുത്തെ യുവാക്കൾ തൊഴിലിന് വേണ്ടി വെമ്പുന്നു. രാജ്യത്ത് നിന്നുള്ള ഇതര രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള പ്രതിവിധികളില്ല. സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ രൂപത്തിൽ ഉള്ള ഒരു വിഭവ വിതരണം സാധ്യമാവുന്നില്ല. ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, ജനങ്ങളുടെ ജീവിതവുമായിട്ട് തൊട്ട് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. എല്ലായിടത്തും പരാജയപ്പെടുന്ന ഒരു ബജറ്റ് ആണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പൊതുമേഖലാ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ശക്തമാണ് എന്ന് പറയുന്നത് ഭാഗികമായൊരു സത്യമാണ്. ഈ ബാലൻസ് ഷീറ്റിൽ ലാഭം തീർച്ചയായിട്ടും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മറുവശത്ത് നമ്മുടെ NPA എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? രണ്ട് തരത്തിലാണ്. ഒന്ന്, വലിയ തോതിൽ ഉള്ള ഹെയർ കട്ട്സ് എന്ന പേരിൽ ഉള്ള വെട്ടിക്കുറയ്ക്കലുകൾ, എഴുതിത്തള്ളലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ IBC അനുസരിച്ചും മറ്റുമുള്ള തീർപ്പുകൾ ഉണ്ടാകുമ്പോൾ വളരെ വലിയ ശതമാനം ആണ് ലോൺ തുകയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്? ഈ ബാങ്കുകളുടെ മൂലധനത്തിൽ നിന്നാണ്. അതിൻ്റെ പ്രത്യാഘാതം എവിടെയാണ്? ആ മൂലധനം ശോഷിക്കുമ്പോൾ അത് മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വീണ്ടും ഫണ്ട് കൊടുക്കേണ്ടി വരുന്നു. അതായത് ജനങ്ങളുടെ പണം. അതായത് ഈ കോർപ്പറേറ്റുകളുടെ എഴുതിത്തള്ളലുകൾക്ക് വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നം. മറുവശത്ത് നമ്മുടെ NPAയിൽ വന്നിട്ടുള്ള ഗുരുതരമായ വർധനവ് പലപ്പോഴും കോർപ്പറേറ്റുകളുടേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മറ്റൊരു ഭാഗത്തുള്ള പാവപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന NPAയുടെ കാര്യത്തിൽ എന്താണ് സമീപനം? അവരെ പിടിച്ച് പറിക്കുന്ന രൂപത്തിൽ വളരെ കർശനമായ വ്യവസ്ഥകൾ ഉള്ള നമ്മുടെ സർഫേസി നിയമങ്ങൾ ഒക്കെ നടപ്പാക്കുന്നു. ഇത് അവരെ മാത്രം ബാധിക്കുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ NPAയുടെ കാര്യത്തിൽ ഗവൺമെൻറ് പൊതുമേഖലാ ബാങ്കുകളുടെ സ്ഥിതി മെച്ചപ്പെടുത്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് എന്നുള്ളതൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ ബാലൻസ് ഷീറ്റ് ശക്തമാക്കി കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ് പൊതുമേഖലാ ബാങ്കുകളുടെ? അതിന് മറ്റൊരു ഉന്നമുണ്ട്. ഇപ്പോൾ ഈ ബജറ്റിൽ ബാങ്കുകൾക്ക് വേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്.
ഈ ഹൈപ്പവർ കമ്മിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് ധനമേഖലയിൽ വളരെ ഊർജിതമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളെ വീണ്ടും ലയിപ്പിച്ച് 3 or 4 ആക്കി കുറയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ നിർദ്ദേശത്തിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? തീർച്ചയായും വിദേശ മൂലധനത്തിൻ്റെ താല്പര്യം തന്നെയാണ്, കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ താല്പര്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിൽ വീണ്ടും ഒരു റീസ്ട്രക്ചറിങ് വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് അതിലൂടെ തരുന്നത്. ബാങ്കിങ് രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭോദർക്കമായ വാർത്തകളല്ല ഈ ബജറ്റിലുള്ളത് എന്നുള്ളതാണ് സത്യം.